എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു 2 ലെയറിൻ്റെ ഹെയർ ബാൻഡാണ്. ഇതൊരു കസ്റ്റമൈസേഷനാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എടുത്തു. ട്രാൻസ്പാരൻറ്റ് ഷീറ്റിലേക്ക് സെറാമിക് കട്ട് ബീഡ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സെറാമിക് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് 8mm ആണ്. ഇനി നമുക്ക് സൈസ് കുറയുന്നതിനനുസരിച്ച് ഈ ഫ്ലവറിൻ്റെ നമുക്ക് വയ്ക്കുന്ന ബീഡ്സിൻ്റെ കൗണ്ട് 6, 8 അങ്ങനെ നമുക്കത് മാറും. അപ്പോൾ അത് നിങ്ങളുടെ ഒരു സൈസ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. അതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ ഒരു ഡയമണ്ട് സ്റ്റോണാണ് ഞാൻ കൊടുക്കുന്നത്. ഡയമണ്ട് സ്റ്റോൺ തീരെ ചെറുതല്ല, ഇച്ചിരി വലിപ്പം ഉണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ സൈസ് കറക്റ്റ് ഓർമ്മയില്ല. ഇതിന് പകരം നിങ്ങൾക്ക് ക്ലിപ്പ് സ്റ്റോൺ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ആ ക്ലിപ്പ് സ്റ്റോൺ കൊടുത്താലും സെൻറ്ററിൽ വെക്കുമ്പോൾ അതിനുശേഷം അല്ലായെങ്കിൽ ഒരു പേളിൻ്റെ ബീഡ്സ് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി ചെയ്യാം. അപ്പോൾ ഇത് 2 ലെയർ ആയതുകൊണ്ട് എനിക്ക് ആവശ്യത്തിനുള്ളതെല്ലാം ഒരേ സമയത്ത് തന്നെ ഞാൻ അപ്പോൾ തന്നെ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ചെയ്തെടുത്ത് അതിനൊന്ന് കട്ട് ചെയ്യുമ്പോൾ ഫിനിഷിങ്ങിൽ എന്തെങ്കിലും പുറത്തോട്ട് നിൽക്കുമ്പോൾ ഒന്ന് ലൈറ്റർ കൊണ്ട് അതങ്ങ് ഉരുക്കി കൊടുക്കാം. ശ്രദ്ധിച്ച് ഉരുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഹെയർ ബാൻഡിൻ്റെ ഒരു സൈഡ് ഒരു ഹാഫ് കംപ്ലീറ്റ് നമ്മുടെ ഫ്ലവറും അടുത്ത സൈഡ് പേൾ ചെയിനുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റിലാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്ലൂ കുറച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്യുമല്ലോ. അപ്ലൈ ചെയ്തിട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് സ്ലിപ്പായി പോവും. അതല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന അതേ അവിടെ തന്നെ ഇരിക്കണമെന്നില്ല, ചിലപ്പോൾ ഒന്ന് മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ അതിനൊന്ന് വെക്കുക, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് പ്രസ്സായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് അത് മറക്കുക. ഇതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾ ചെയ്യുന്ന 2 ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഒരേപോലെ ആയിരിക്കണം. അത് ജസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം. സെൻറ്ററുകൾ ഫ്ലവർ വയ്ക്കുന്ന ആ സെൻറ്ററും അടുത്ത ഹെയർ ബാൻഡിൻ്റെ സെൻറ്ററും ഒരുപോലെ ആയിരിക്കണം. അത് ജസ്റ്റ് ചെയ്യുന്നത് ഒന്ന് ചെയ്തിട്ട് അടുത്തതിൻ്റെ ഒന്ന് ജസ്റ്റ് ആ അളവ് നോക്കിയിട്ട് ആ സൈഡും കൂടെ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അടുത്ത സൈഡിൽ ഞാൻ പേളിൻ്റെ സ്റ്റോൺ ചെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. പേളിൻ്റെ ചെയിനാണ് യൂസ് ചെയ്യുന്നത്. ഇനി പേളിൻ്റെ ചെയിൻ ഇല്ല എങ്കിൽ നമുക്ക് കട്ട് ബീഡ്സ് ഇതേ കളറിലുള്ള സെറാമിക്കിൻ്റെ കട്ട് ബീഡ്സ് ആയാലും മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് ചെയ്യാം. സ്റ്റോൺ ചെയിൻ, സാധാ സ്റ്റോൺ ചെയിനും കൊടുത്താലും ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ ഫ്ലവറും അടുത്തത് കട്ട് ബീഡ്സും കൊടുത്തിട്ട്. അല്ലെങ്കിൽ ഇതേ കളറിൻ്റെ പേൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് കോർത്തായാലും നമുക്ക് ചെയ്യാം കേട്ടോ. നല്ല മനോഹരമാണ്. ഇതൊക്കെ ചെയ്തെടുക്കാൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ചോദിക്കാൻ ഒരുപാട് സമയം എടുക്കത്തില്ല. നമുക്ക് ഇത് ഫ്ലവർ ചെയ്തെടുക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ വളരെ നിസ്സാര വിലയ്ക്ക് നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ എന്ത് ഭംഗിയാ. ഇത് ഒരു ലെയർ മാത്രം ചെയ്താലും നല്ല മനോഹരമാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ മാത്രം ഒരു ഹെയർ ബാൻഡിൻ്റെ സെൻറ്ററിൽ മാത്രം കുറച്ച് ഫ്ലവർ കൊടുത്താൽ അതായാലും മതി. അപ്പോൾ ഞാൻ രണ്ടും ചെയ്തെടുത്തു. പക്ഷേ ഇത് ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇളകി വരും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൈകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത് പോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത്, പിന്നെ ഈ ഫ്ലവർ തമ്മിൽ ഗ്യാപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അത് കറക്റ്റായിട്ടിരിക്കും. ഓക്കെ, നല്ല ഭംഗിയല്ലേ അത്. അപ്പോൾ ഇനി അടുത്ത് ഞാൻ 2 ഹെയർ ബാൻഡും കൂടെ ഒന്നിച്ച്, അപ്പോൾ 2 ലെയർ ആകുമ്പോൾ നമുക്ക് സൈഡിൽ എൻഡ് ടേപ്പ് മാത്രം കൊടുത്താൽ പോരാ. അത് ഗ്ലൂ ഗൺ വെച്ചാണ് ഞാൻ പേസ്റ്റ് ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് അത് പേസ്റ്റ് ആവുന്നത്. ഗ്ലൂ ഗണ്ണാണ് കുറച്ച് നല്ലത്. ആദ്യം ഒന്നെടുക്കുക. ഇത് വയ്ക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുടെ ഒരു സൈഡ് പേളും ഒരു സൈഡ് ഫ്ലവറുമാണ്. അപ്പോൾ ആ സൈഡ് മാറിപ്പോവാതെ രണ്ടും ഒരേ സൈഡിൽ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ അതല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മളിത് ഫിക്സ് ചെയ്യുമ്പോൾ. അതിനുശേഷം ഗ്ലൂ വീണ്ടും അപ്ലൈ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ എൻഡ് ടേപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ എൻഡ് ടേപ്പ് യൂസ് ചെയ്തു. നിങ്ങളുടെ കയ്യിൽ എൻഡ് ടേപ്പ് ഇല്ലെങ്കിൽ സാറ്റിൻ റിബൺ ഉണ്ടെങ്കിൽ അതായാലും മതി. നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ അത് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് സൈഡ് ഫിനിഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക. ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എത്ര ഗ്യാപ്പാണോ രണ്ടും തമ്മിൽ ആവശ്യമുള്ളത് ആ ഗ്യാപ്പ് പ്രസ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളത് ഫിക്സ് ചെയ്യാൻ. കാരണം ഇത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ആ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് പേസ്റ്റ് ആയിക്കോളും കേട്ടോ. നന്നായിട്ട് ഇളകത്തൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ എൻഡ് ടേപ്പ് കൊടുത്തങ്ങ് കവർ ചെയ്യുക. നോക്കിയേ, നല്ല മനോഹരമല്ലേ. ഇത് ഒരു ലെയർ ചെയ്താലും ഭംഗിയാണ് കേട്ടോ.
അപ്പോൾ ഈ നല്ല മനോഹരമാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറകിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിത് ചെയ്യാൻ നേരത്തെ വിട്ടുപോയതാണ്. ഞാൻ OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റിൽ ചെയ്തതുകൊണ്ട് അപ്പോൾ അതിൻ്റെ പുറകിൽ ആ ഓരോ ഫ്ലവറിൻ്റെയും പുറകിൽ ജസ്റ്റ് ഒന്ന് ഇത് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫെൽറ്റ് ഷീറ്റോ അല്ലെങ്കിൽ ഇതൊരു നമ്മുടെ കുറച്ച് അത്രയും ലെങ്തിന് സൈഡ് വളരെ വീതിയില്ലാതെ ഒന്ന് വീതി കുറച്ച് കട്ട് ചെയ്ത് ഫുൾ ഒട്ടിച്ചാലും മതി. അപ്പം നിങ്ങളുടെ എളുപ്പം എന്താണ് അതിനനുസരിച്ച് ചെയ്യുക. ഓക്കേ, നല്ല മനോഹരമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.